ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജകീയ കുടുംബത്തിൽ ജനിക്കുക എന്നത് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയ ഭാഗ്യമാണ്. അവിടെ പണം വെറും അക്കങ്ങൾ മാത്രമാണ്. ദുബായ് കിരീടാവകാശിയായ ഫസ അഥവാ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂമിന്റെ ജീവിതം അത്തരത്തിൽ നമ്മെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ സ്വപ്നം കാണാൻ പോലും മടിക്കുന്ന ആഡംബരങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം സ്വന്തമാക്കുന്നത്? സ്വർണം പൂശിയ സൂപ്പർ കാറുകൾ മുതൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള കൂറ്റൻ യാട്ടുകൾ വരെ ഫസയുടെ ഗാരേജിലും ശേഖരത്തിലുമുണ്ട്. വെറും ആഡംബര വസ്തുക്കൾ മാത്രമല്ല, സ്കൈ ഡൈവിംഗും ഡീപ് സീ ഡൈവിംഗും ഉൾപ്പെടെയുള്ള സാഹസികതകളോടും വന്യമൃഗങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ തീരാത്ത പ്രണയം എടുത്തു പറയേണ്ടതാണ്. അവിശ്വസനീയമായ ഈ ജീവിതശൈലിയിലെ ഓരോ നിമിഷവും ലോകമെമ്പാടുമുള്ള ആരാധകരെ ആകർഷിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? ഫസയുടെ മാന്ത്രിക ലോകത്തെ രഹസ്യങ്ങൾ ഓരോന്നായി നമുക്ക് കണ്ടെത്താം. ആദ്യകാല ജീവിതം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രണ്ടാമത്തെ മകനായി 1982 നവംബർ 14 ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ജനിച്ചത്. അൽബു ഫലാസ എന്നറിയപ്പെടുന്ന ബനിയാസ് വംശപരമ്പരയിൽപ്പെട്ടയാളാണ് അദ്ദേഹം. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇതിനോടകം തന്നെ കരുത്തുറ്റ ഒരു നേതാവായി പേരെടുത്തിട്ടുണ്ട്. വിനയം, ലാളിത്യം, ജീവകാരുണ്യം എന്നിവ കലർന്ന ശക്തമായ നേതൃത്വ ഗുണങ്ങൾ അദ്ദേഹം പ്രകടമാക്കുന്നു. ഇക്കാര്യത്തിൽ ഷെയ്ഖ് ഹംദാൻ തന്റെ പിതാവ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പൈതൃകം പിന്തുടരുകയാണ്. തുറന്ന അന്തരീക്ഷത്തിൽ വ്യക്തികളുമായി ഇടപഴകാൻ അദ്ദേഹം എപ്പോഴും താൽപര്യം കാണിക്കുന്നു. ദുബായിലെ റാഷിദ് പ്രൈവറ്റ് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് അദ്ദേഹം UTയിൽ പഠനം തുടരുകയും ലോകത്തിലെ മികച്ച സൈനിക കോളേജുകളിലൊന്നായ പ്രശസ്തമായ റോയൽ മിലിറ്ററി അക്കാഡമി സാൻഡ്ഹേഴ്സ്റ്റിൽ നിന്ന് ബിരുദം നേടുകയും ചെയ്തു. സൈനിക വിദ്യാഭ്യാസത്തിനു പുറമെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും ദുബായ് സ്കൂൾ ഓഫ് ഗവൺമെന്റിലും നിരവധി പ്രത്യേക സാമ്പത്തിക പരിശീലന പരിപാടികളിലും ഷെയ്ഖ് ഹംദാൻ പഠനം നടത്തിയിട്ടുണ്ട്. വിനോദങ്ങളും താൽപ്പര്യങ്ങളും. അറേബ്യയുടെ സുദീർഘമായ ചരിത്രത്തിലുടനീളം കുതിരകളുമായി ആളുകൾക്കുള്ള ആഴത്തിലുള്ള ആത്മീയ ബന്ധം കാരണം കുതിരസവാരിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബത്തിലാണ് ഷെയ്ഖ് ഹംദാൻ വളർന്നത്. കുട്ടിക്കാലം മുതൽക്കേ ഷെയ്ഖ് ഹംദാൻ കുതിരസവാരിയെ സ്നേഹിച്ചിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഈ വിനോദത്തെ നിരവധി ദേശീയ അന്തർദേശീയ എൻഡ്യൂറൻസ് റൈഡിംഗ് കിരീടങ്ങൾ നേടുന്നതിലേക്ക് വളർത്തി. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് 15 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുണ്ട്. കവിത, കായികം, ഫോട്ടോഗ്രഫി, സാഹസികതകൾ, മൃഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തന്റെ താൽപ്പര്യങ്ങളുടെ ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. രസകരമായ ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒട്ടകം ഫസയുടേതാണ്. അദ്ദേഹം മൃഗങ്ങളെ സ്നേഹിക്കുന്നു, പ്രത്യേകിച്ച് ഒട്ടകങ്ങളെ. പക്ഷെ അദ്ദേഹത്തിനൊരു സാധാരണ ഒട്ടകമല്ല ഉള്ളത്. സൗന്ദര്യ മത്സരത്തിൽ 17,000 ഒട്ടകങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഒട്ടകം ഏറ്റവും ആകർഷകമായ കൂനുള്ള ഒട്ടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഒട്ടകത്തെ സ്വന്തമാക്കാൻ അദ്ദേഹം $2.7 ലക്ഷം ചിലവഴിച്ചു. ദുബായിലെ ഏറ്റവും വില കൂടിയ കുതിരയെ വാങ്ങാൻ ഫസയും പിതാവും കൂടി മറ്റൊരു $3 ലക്ഷം കൂടി ചിലവഴിച്ചു. ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും പുറമെ വിവിധ വിദേശ മൃഗങ്ങളോടും പക്ഷികളോടുമൊപ്പം സമയം ചിലവഴിക്കാൻ ഫസയ്ക്കിഷ്ടമാണ്. രാജകുമാരന് ഫാൽക്കണുകളെ വളരെയധികം ഇഷ്ടമാണ്. ഇംഗ്ലണ്ടിലെ ഒരു ഫാൽക്കണറി വാങ്ങാൻ അദ്ദേഹം $15 ലക്ഷം വാഗ്ദാനം ചെയ്തിരുന്നു. ഉടമസ്ഥൻ അത് നിരസിച്ചെങ്കിലും തന്റെ ആഗ്രഹം നടന്നില്ല എന്ന വാർത്ത മറ്റു സമ്പന്നരെ പോലെ ഫസ ദേഷ്യപ്പെട്ടില്ല. മാന്യതയോടെയാണ് അദ്ദേഹം ആ വാർത്ത സ്വീകരിച്ചത്. കുടുംബജീവിതം. 2019 മെയ് 15 ഹംദാൻ ഷെയ്ഖ് ബിൻ സയ്യിദിനെ വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ മക്തൂമും അഹമ്മദും അതേ ദിവസം തന്നെ വിവാഹിതരായി. 2021 ജൂൺ 6 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന രാജകീയ വിവാഹ ആഘോഷങ്ങളിൽ അദ്ദേഹവും സഹോദരന്മാരും പങ്കെടുത്തു. തുടർന്ന് 2021 മെയ് 21 ഷെയ്ഖ് ഹംദാന് റാഷിദ്, ഷെയ്ഖ എന്നിങ്ങനെ ഇരട്ട കുട്ടികൾ ജനിച്ച കാര്യം വെളിപ്പെടുത്തിയത്. തന്റെ കുടുംബത്തിന്റെ $60 ബില്യൺ വരുന്ന സമ്പത്തിനു പുറമെ കിരീടാവകാശി ഫസയ്ക്ക് $400 ബില്യൺ വ്യക്തിപര ആസ്തിയുമുണ്ട്. പ്രൈവറ്റ് യാട്ടുകൾ. നിങ്ങൾ ദുബായ് കിരീടാവകാശിയായിരിക്കുമ്പോൾ എന്തും സാധ്യമാണ്. അതാണ് മനോഹരമായ ഒരു ജീവിതം നയിക്കുന്നതിന്റെ ആകർഷണം. ക്വാട്രോ എന്നു പേരുള്ള $180 ബില്യൺ വിലമതിക്കുന്ന ഒരു യാട്ട് അദ്ദേഹത്തിനുണ്ട്. അതിമനോഹരമായ ഹാർഡ്വുഡ് ഫിനിഷിങ്ങുകളും ഒരാൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന വൈഭവവും ഇതിന്റെ പ്രത്യേകതയാണ്. സ്നേഹം, സ്വാതന്ത്ര്യം, ജീവിതം, ആഡംബരം എന്നിവ ആസ്വദിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ക്വാട്രോ. ആഡംബരയാട്ടിൽ ഫിറ്റ്നസിന്റെ തന്നെ രൂപമായ ഉസൈൻ ബോൾട്ട് തയ്യാറാക്കിയ ഒരു ജിമ്മുമുണ്ട്. യാട്ടിൽ വ്യക്തിപര സ്പാ, നിരവധി പൂളുകൾ, ഹെലിപാഡ് എന്നിവയുമുണ്ട്. എന്നിരുന്നാലും ഇത് കിരീടാവകാശിയുടെ ഒരേ ഒരു യാട്ടല്ല. സ്മുറാൾഡ എന്ന മറ്റൊരു യാട്ട് കൂടി ഫസയ്ക്കുണ്ട്. ഇത് 2012
$70 ബില്യൺ വാങ്ങിയത്. വിമാനങ്ങൾ. തന്റെ പിതാവിനെ പോലെ തന്നെ ഫസ ബോയിംഗ് വിമാനങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നു. ദുബായ് എയർ ഷോയിൽ അദ്ദേഹം 40 ബോയിംഗ് 777-10 ഡ്രീം ലൈനറുകൾ വാങ്ങി. ഈ വലിയ വിമാനവ്യൂഹത്തിന്റെ വില എത്രയായിരുന്നു? അമ്പരപ്പിക്കുന്ന $15.1 ബില്യൺ. ഇത് ചില രാജ്യങ്ങളുടെ GDP-യേക്കാൾ കൂടുതലാണ്. എന്നിരുന്നാലും ഇവ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിരുന്നില്ല. ഭൂരിഭാഗം വിമാനങ്ങളും ഫസയുടെ പിതാവിന്റെ എയർലൈൻ കമ്പനിയായ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറേറ്റ്സിനായി വാങ്ങിയതാണ്. എങ്കിലും ഫസയ്ക്ക് വിവിധ സ്വകാര്യ വിമാനങ്ങൾ ലഭ്യമാണ്. അത് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുന്നു. സ്വകാര്യ ജെറ്റുകളും അത്തരം പണവുമുണ്ടെങ്കിൽ നിങ്ങളെ തടയാൻ ഒന്നിനും കഴിയില്ല. കാർ ശേഖരം. നിങ്ങൾ ജനിച്ച കുടുംബം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ കൈവരിക്കുന്നതിനായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ പദ്ധതികളിൽ കാറുകളും സ്വർണവും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ദുബായ് കിരീടാവകാശിയുടെ കാർ ശേഖരം അതിനൊരു പ്രചോദനമാണ്. കൂടുതൽ സമ്പാദിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ ഫസ തീർച്ചയായും ഒരു കുറവും വരുത്തുന്നില്ല. കിരീടാവകാശിയുടെ ശേഖരം ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചില വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന കാറുകൾ അദ്ദേഹത്തിനുണ്ട്. അവ വെറുമൊരു യാത്രാമാർഗം മാത്രമല്ല, ഓരോന്നും ഓരോ കലാരൂപമാണ്. $8.2 ദശലക്ഷം വിലമതിക്കുന്ന ഗോൾഡ് റോൾസ് റോയ്സ് ഫാൻറ്റത്തിലാണ് രാജകുമാരൻ പലപ്പോഴും യാത്ര ചെയ്യുന്നത്. ഏകദേശം $7.5 ദശലക്ഷം സ്വർണ്ണ ലംബോർഗിനി അവന്റഡോറിനായി അദ്ദേഹം ചെലവഴിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കുറഞ്ഞത് $3.2 ബില്യൺ വിലമതിക്കുന്ന സ്വർണ്ണ റേഞ്ച് റോവർ ബോട്ടും $5.8 ദശലക്ഷം വിൽക്കുന്ന പോർഷെ 918 സ്പൈഡറും അദ്ദേഹത്തിനുണ്ട്. മെഴ്സിഡസ് AMG GT63യും അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഇത് രാജകുമാരന്റെ ഇന്നുവരെയുള്ള ഏറ്റവും ചിലവേറിയ കാറാണെന്ന് കരുതപ്പെടുന്നു. ഇതിന് കുറഞ്ഞത് $9.6 ദശലക്ഷം വിലമതിക്കുന്നു. അദ്ദേഹത്തിന്റെ ശേഖരത്തിലെ സ്വർണം കൊണ്ട് നിർമ്മിക്കാത്ത മറ്റു വാഹനങ്ങളും വളരെ വിലപിടിപ്പുള്ളവയാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളിലൊന്നായ ആസ്റ്റൺ മാർട്ടിൻ 177 അദ്ദേഹം ഓടിക്കുന്നു. ഇതിന്റെ 77 കോപ്പികൾ മാത്രമേ വിപണിയിലുള്ളൂ. ഇതിന് $1.9 ദശലക്ഷം വില വരും. അദ്ദേഹത്തിന്റെ ശേഖരത്തിലെ മറ്റൊരു കാർ ബുഗാട്ടി വെയ്റോൺ ഗ്രാൻഡ് സ്പോർട്ട് ആണ്. ഇതിന് സവിശേഷമായ ഒരു ഉരക രൂപത്തിലുള്ള ബോഡിയുണ്ട്. ഈ വാഹനത്തിന് സാധാരണയായി $1.7 ദശലക്ഷം അടുത്ത് വില വരും. അദ്ദേഹം എത്ര വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. $2.1 ദശലക്ഷം വിലമതിക്കുന്ന ലാ ഫെറാറിയും ഫെറാറി FA ബെർലിനെറ്റയും പട്ടികയിൽ തുടരുന്നു. രസകരമായ കാര്യം, ദുബായിലെ മണൽക്കുന്നുകളിലെ വിനോദയാത്രകൾക്കായി അദ്ദേഹം സൈനിക വാഹനങ്ങളുടെ അവിശ്വസനീയമായ ശേഖരവും കരുതിയിട്ടുണ്ട്. കൊട്ടാരങ്ങൾ. നമുക്കെല്ലാവർക്കും ഫസയാകാൻ കഴിയില്ലെങ്കിലും തന്റെ ദശലക്ഷങ്ങൾ ചിലവഴിച്ച് എങ്ങനെ നല്ല സമയം ആസ്വദിക്കണമെന്നറിയാവുന്ന അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം. ദുബായിലെ സാബിൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ കൊട്ടാരമാണ് സാബിൽ മാൻഷൻ. ദുബായ് ഫ്രെയിമിൽ നിന്ന് 6 കിലോമീറ്ററും ദുബായ് എയർപോർട്ടിൽ നിന്ന് 14 കിലോമീറ്ററും അകലെയാണിത്. ഇവിടെയാണ് ദുബായ് കിരീടാവകാശി ഫസ താമസിക്കുന്നത്. ഇത് ദുബായിലെ അറിയപ്പെടുന്ന ഒരു അടയാളവും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നുകൂടിയാണ്. ദുബായ്ക്ക് പുറത്തുള്ള മരുഭൂമിയിലെ കസർ റസൽ റോബ് എന്ന കൊട്ടാരമാണ് ഫസയുടെ ഏറ്റവും പ്രശസ്തമായ സ്വത്തുകളിലൊന്ന്. സ്വകാര്യ പൂൾ, നിരവധി ഡൈനിംഗ് റൂമുകൾ, വലിയ മുറ്റം എന്നിങ്ങനെ ഒട്ടനവധി ആഡംബര സൗകര്യങ്ങൾ ഈ കൊട്ടാരത്തിലുണ്ട്. ഇതിന് $100 ദശലക്ഷം മൂല്യം കണക്കാക്കപ്പെടുന്നു. ദുബായിയുടെ മധ്യത്തിലുള്ള കസർ അൽ ഹൊസ്ൻ കൊട്ടാരമാണ് ഫസയുടെ മറ്റൊരു വസ്തു. ഈ കൊട്ടാരത്തിന് $200 ദശലക്ഷം വിലയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. രാജകുമാരന് വിശ്രമിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് കാനഡയിലെ വാൻകൂവർ നഗരമാണ്. ഫെയർമോണ്ട് പസഫിക് റിം ഹോട്ടലിന് തൊട്ടുമുകളിലായി സ്ഥിതി ചെയ്യുന്ന $55 ദശലക്ഷം പെൻ ഹൌസ് ഫസയുടെ ഉടമസ്ഥതയിലുണ്ട്. കാനഡയിലെ നഗരങ്ങളുടെ മനോഹരമായ കാഴ്ച പ്രദർശിപ്പിക്കുന്ന ഈ ആഡംബര പെൻ ഹൌസ് ഏകദേശം 15,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. UAE-യിലുടനീളം പാം ജുമൈക്കയുൾപ്പെടെ അദ്ദേഹത്തിന് മറ്റു നിരവധി ഹോട്ടലുകളും വീടുകളുമുണ്ട്. ദുബായിലെ ഏറ്റവും ആഡംബരപൂർണമായ ചില അയൽപ്പക്കങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വൈവിധ്യമാർന്ന വില്ലകളും ഫ്ളാറ്റുകളും അദ്ദേഹത്തിനുണ്ട്. ഈ ആഡംബര വീടുകളുണ്ടെങ്കിലും ലളിതമായ ജീവിതം നയിക്കുന്നതിൽ ഷെയ്ഖ് ഫസ പ്രശസ്തനാണ്. നഗരവാസികളുമായി അദ്ദേഹം ഇടപഴകുന്നത് പലപ്പോഴും കാണാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം. പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രകൃതി സുഖങ്ങളിലും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ തങ്ങളുടെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ രാജകുടുംബം പ്രശസ്തമാണ്. ഫസ ജനിച്ചത് സ്വർണ്ണഹൃദയത്തോടെയാണെന്ന് ഇത് തെളിയിക്കുന്നു. ദുബായ് കിരീടാവകാശി സമ്പന്നനാണ്. അദ്ദേഹത്തിന് എല്ലാമുണ്ട്. എങ്കിലും അദ്ദേഹം വിനയമുള്ളവനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടവനുമാണ്. ലോകത്തെ മെച്ചപ്പെടുത്തുകയും തന്റെ സമൂഹത്തിന് തിരികെ കൊടുക്കുകയും ചെയ്യുന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് കിരീടാവകാശി വിശ്വസിക്കുന്നു. അദ്ദേഹം നിരന്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള വഴികൾ തേടുകയും നിരവധി മാനവിക പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായി ഇടപെടുകയും ചെയ്യുന്നു. വ്യക്തമായും അദ്ദേഹം ഒരു ആഡംബരപൂർണമായ ജീവിതശൈലിയാണ് നയിക്കുന്നത്. ദുബായ് രാജകുമാരന്റെ അവിശ്വസനീയമായ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൗതുകകരമായ വിശേഷങ്ങളും വിശാലമായ ലോകത്തിന്റെ കാഴ്ചകളും ഇനിയും കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തിവെച്ചേക്കൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.